അപ്പൊ ഒരു പ്രതിയെ പിടിക്കണ്ടെന്ന് CPM പറഞ്ഞ അപ്പൊ പോലീസ് ആ പണിയങ്ങ് നിർത്തുകയാണോ? എന്നാ പിന്നെ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കും. ആ പോലീസിംഗും ആ പോലീസിനെ സംരക്ഷിക്കുന്ന സർക്കാരും കേരളത്തിൽ ഇനി വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് കോഴിക്കോട്ടെ പിന്തുണയുണ്ടാകും. ഞാൻ പറയുന്നു, കോഴിക്കോട്ടെ സമീപകാല ചരിത്രം തിരുത്തും. ഈ ക്രൂരതക്കെതിരെ പ്രതികരിക്കുന്നവരുടെ പട്ടികയിൽ കോഴിക്കോട്ടെ ജനങ്ങളുണ്ടാകും. ഇത്തവണ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന MLA-മാരുടെ ഭൂരിപക്ഷം അത് UDF-നായിരിക്കും, കോൺഗ്രസ് MLA-മാരുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിനും ഒരു സംശയവും വേണ്ട. ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. ആ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ദുൽക്കിഫിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ വടകരയിൽ നമ്മൾ കണ്ടതാണ്. അവിടെ പോലീസ് ഒരു വശത്ത് പോലീസ് അടിക്കുന്നു, വേറൊരു വശത്ത് പോലീസ് അടിക്കാൻ പിടിച്ചു കൊടുക്കുന്നു. വണ്ടി പോലീസ് തടുത്തിടുക, എന്നിട്ട് മറ്റവരോട് വന്ന് മർദ്ദിച്ചോളാൻ പറയുക. അത് പോലീസ് നോക്കി നിൽക്കുക. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് പോലീസിനെ ഇങ്ങനെ DYFI പോലെ അവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ? DYFIയുടെയും SFIയുടെയും പോലെ ഒരു പോഷക സംഘടനയാക്കി പോലീസിനെ കൊണ്ടു നടക്കാമെന്നും ആ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെ പേരിൽ, ഭരണത്തിന്റെ സൗകര്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ അടിച്ചമർത്താമെന്നൊക്കെയാണ് വ്യാമോഹിക്കുന്നെങ്കിൽ അതിനെതിരെ ജനാധിപത്യ പ്രതിഷേധമുണ്ടാകും, ജനാധിപത്യ ജനകീയ മുന്നേറ്റമുണ്ടാകും. ആ മുന്നേറ്റങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും വളരെ വലിയൊരു അധ്യായമാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ കഴിഞ്ഞ 4 വർഷമായി ഈ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന സമരരംഗത്തും സംഘടനാ രംഗത്തും പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും അഭിമാനിക്കുന്ന ഒരു സമുച്ചയം ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിന് ഈ കാലയളവിൽ നൽകിക്കൊണ്ട് നടത്തുന്ന നിരന്തരമായ സംഘടനാ സമര പോരാട്ടങ്ങൾക്ക് ഒരു എളിയ പാർട്ടി പ്രവർത്തനം എന്ന നിലക്കും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലക്കും വടകരയുടെ എളിയ ജനപ്രതിനിധി എന്ന നിലക്കും ഒരു പഴയ KSU യൂത്ത് കോൺഗ്രസുകാരൻ എന്ന മനസ്സോടെ ഈ സമര പോരാട്ടത്തിന് നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ ഹൃദ്യമായി നേർന്നുകൊണ്ട് എന്റെ